ഇവിടെ ഒരുപാട് സുന്നി പള്ളികളുണ്ടല്ലോ, APEK സുന്നികളുണ്ടല്ലോ. ആ ഉസ്താദിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് മക്കളെ അടിവരയിട്ടോ. റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക ദിവസം നബിദിനത്തിന്റെ ഭാഗമായി ചെല്ലേണ്ട ദിക്റേത്, ചെല്ലേണ്ട ഇബാദത്തേത്, ചെയ്യേണ്ട കർമ്മമേത്? ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കൂ, മുസ്ലിമിൽ നിന്ന് ഉദ്ധരിക്കൂ, അബൂദാവൂദിൽ നിന്ന് ഉദ്ധരിക്കൂ. നിങ്ങൾ ഒരു ഉസ്താദുമാരുടെ അടുത്തേക്കും പോകേണ്ട. ഞാനൊരു മുത്തഅല്ലിമാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബുഖാരി മുസ്ലിമൊക്കെ അവിടെ നിൽക്കട്ടെ, ഖുർആനിൽ നിന്ന് തന്നെ ആയാലോ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഫൽയഫ്റഹു, മുഅ്മിനീങ്ങളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കട്ടെ. ആ സന്തോഷം റബീഉൽ അവ്വൽ 11, 12, 13 എപ്പോ വേണമെങ്കിലും ആവാം. മഹാനായ സുയൂത്തി ഇമാമ്, ആരാ സുയൂത്തി ഇമാമ്? 8ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് ഇവര് തന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു മഹാനാണ് മഹാനായ സുയൂത്തി ഇമാമ്. ആ സുയൂത്തി ഇമാം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് ശുക്ർ ചെയ്യൽ, നന്ദി പ്രകടിപ്പിക്കൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സുന്നത്താകും. എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കുക? സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ഭക്ഷണത്തെ ഭക്ഷിപ്പിച്ചുകൊണ്ട്, മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടും അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കൽ കൊണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ നമുക്ക് സുന്നത്താണെന്ന് മഹാനായ സുയൂത്തി ഇമാം പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഒന്നും ഇല്ലല്ലോ, അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ ഇഅ്തികാഫ് അതുപോലെ തന്നെ സ്വതക്ക അതൊരു ഇബാദത്താണല്ലോ, അവകൾക്ക് പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഉണ്ടോ? പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നടത്തുന്ന ആഘോഷമായ വലിയ ഇബാദത്ത്, ആ ഇബാദത്തിനെ ഇവര് ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. എത്തരത്തിൽ ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ വരെ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ് നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്.